താമസിച്ചേ? ഞാൻ പറഞ്ഞല്ലേ എന്റെ കൂടെ വന്നാ മതിയെന്ന്. സോറി ഡി, ബസ് കിട്ടാൻ താമസിച്ചു, അതാ ലേറ്റായ. ബസ്സിലാ വന്നത് നിന്റെ അമ്മ അറിയണ്ട. സ്വന്തമായിട്ട് എത്ര കാറുള്ളവളാ ബസ്സിൽ വന്നേക്കുന്നു. ബസ്സിൽ യാത്ര ചെയ്യാൻ എന്ത് രസാന്നറിയോ? നീ അത് കേറി നോക്കാഞ്ഞിട്ടാ. പിന്നെ അമ്മയൊന്നും അറിയില്ല കേട്ടോ. ഞാൻ നിന്റെ കൂടെയാ വരുന്നെന്നാ പറഞ്ഞേക്കുന്നേ. എന്നെ എളുപ്പം വാ. പിന്നെ നമ്മുടെ ഓഫീസിലേക്ക് എല്ലാം നോക്കാനായിട്ട് ഒരു പുതിയ സാറ് കഴിഞ്ഞ ആഴ്ച ജോയിൻ ചെയ്തു. പുള്ളി കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. എങ്കിലും എന്റെ മനസ്സിയെ പുള്ളി ഒന്ന് കാണണം. എന്നാ ഗ്ലാമറാ. വാ കാണിച്ചു തരാം. ആഹാ, നീ വന്നപ്പോഴേ വായി നോക്കാൻ തുടങ്ങിയോ? നീ വാ, എന്നിട്ട് കണ്ടിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. അയ്യോ, ദേ പുള്ളി വരുന്നു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എടി, നീ എന്താ ആലോചിച്ചു നിൽക്കുന്നേ? ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് അങ്കിൾ. മോർണിംഗ്. ഇതാണല്ലോ മാനസി. തന്നെ ഞാൻ എവിടെയോ കണ്ട് നല്ല പരിചയമുള്ളതുപോലെ. അച്ഛനും അമ്മയൊക്കെ എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാൻ അങ്കിളിനോട് അന്ന് പറഞ്ഞല്ലേ, അവളുടെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിലാ. അപ്പോ ഇനി നിങ്ങളുടെ ഫസ്റ്റ് ഡേ ആണല്ലേ? നിങ്ങളുടെ വെക്കേഷൻ ടൈമിൽ പോലും കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹം ഉണ്ടല്ലോ. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. പിന്നെ ഇവിടെ ഒരു ടെൻഷനും വേണ്ട. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ആരോട് വേണമെങ്കിലും ചോദിക്കാം. എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആണ്. പിന്നെ എന്തുണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് വന്ന് പറയാം. ഓക്കെ? ഓക്കെ അങ്കിൾ. ഹേയ് മൃദുൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അങ്കിൾ. മൃദുലിനെ അറിയില്ലേ? മാധവൻ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിയുടെ കൊച്ചു മുതലാളി. ഇവിടെ നമ്മുടെ കൂടെ കുറച്ച് ദിവസം ഉണ്ടാവും. പിന്നെ മൃദുൽ, താനിന്ന് നേരത്തെ വന്നോ? ഇന്ന് വലിയ ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ അതുകൊണ്ട് ഇന്ന് പെട്ടെന്ന് ഇങ്ങെത്തി. ഓക്കെ. പക്ഷേ താനിന്ന് ധൃതി വെച്ച് ഇങ്ങോട്ട് പറയുന്നു വേണ്ട കേട്ടോ. തന്റെ സൗകര്യത്തിന് വന്നാൽ മതി. തന്റെ സൗകര്യത്തിന് ഇനി ഞങ്ങൾ വർക്ക് ചെയ്തോളാട്ടോ. താൻ ഇവിടെ വന്ന് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞത് തന്നെ എന്റെ ഭാഗ്യം. അതിന്റെ പേരിൽ തനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. അതൊന്നും കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ. എന്നാലും ഇത്ര ബിസി ആയിട്ടുള്ള ആളെ ഈ കമ്പനിയിലേക്ക് വിളിച്ചത് തന്നെ തെറ്റാ. പക്ഷേ തനിക്ക് അറിയാലോ, ഇനി ഒരു റിസ്ക് എടുക്കാൻ എനിക്ക് പറ്റില്ലടോ. ഇപ്പൊ തന്നെ കാര്യങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ എനിക്കിപ്പോ വേറെ ആളില്ല. താൻ എന്നോട് ക്ഷമിക്കും. ഞാൻ പറഞ്ഞില്ലേ അതൊന്നും ഒരു പ്രശ്നമല്ലെന്ന്. കുറച്ച് ബിസി ആണെന്നുള്ളത് സത്യ. എന്ന് വെച്ച് വിജയനങ്ങൾ ഞങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെട്ട നോ പറയാൻ എനിക്കും അച്ഛനും പറ്റില്ല. പണ്ട് അച്ഛനൊരാവശ്യം വന്നപ്പം സഹായിക്കാൻ അന്ന് വിജയനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പഴയതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ ഈ മൃദുലിന് പറ്റില്ല. പിന്നെ മൃദുൽ, തന്നോടൊപ്പം വർക്ക് ചെയ്യാനായിട്ട് ഞാൻ 2 സ്റ്റാഫ്സിനെ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കൂടെ വേണമെങ്കിൽ പറയണം. ഓക്കെ. അല്ല, മാനസിയുടെ വീട് എന്ന് വടക്കത്തപ്പൻ ക്ഷേത്രത്തിന്റെ അടുത്താണെന്നല്ലേ പറഞ്ഞത്? അപ്പോ മൃദുലിനെ നേരിട്ട് പരിചയമുണ്ടോ? എനിക്ക് പരിചയമില്ലെന്ന്. ഓക്കെ. എന്നാ പിന്നെ മൃദുൽ, വർത്താനം പറഞ്ഞ് ഞാൻ തന്ന സമയം കളയുന്നില്ല. നിങ്ങൾ രണ്ടാളും എന്റെ ക്യാബിനിലോട്ട് വന്നോളൂ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കുറച്ച് പറഞ്ഞുതരാം. വാസി, വാ, ഞാൻ കൊണ്ടാക്കാം. മാളു, നീ ഇത്രയും താമസിച്ചേ? ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു അമ്മ. എന്നാലും കുട്ടി, ഇനി ഇത്രയും ലേറ്റ് ഒന്നും ആകാൻ നിൽക്കരുത് കേട്ടോ. ഓക്കെ അമ്മ.
നോക്കു വേണു, രാവിലെ പോയ ആളെ അല്ല. സാരമില്ലടോ, അവക്കിതൊന്നും അത്ര ശീലമില്ലല്ലോ. ഇതൊക്കെ ഓക്കെ ആയിക്കോളും. താൻ ടെൻഷൻ ആവണ്ട. ഈ ചേച്ചി ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? കുഞ്ഞി, ഈ ചേച്ചി ഭയങ്കര ടയേർഡാണ്. ഞാൻ പിന്നെ വരാം. ഈ ചേച്ചിക്ക് എന്താ പറ്റിയേ? അച്ഛാ, ഞാൻ അച്ഛന്റെ കാർഡ് എടുത്തിട്ടുണ്ടേ. അതിന് നീ എവിടെ പോവാ? അത് കൊള്ളാം, പുതിയ കോളേജിലൊക്കെ ചേരാൻ പോവല്ലേ. എനിക്ക് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. അതിന് ഇപ്പോഴും ഒന്നും വേണ്ടല്ലോ, ഇനിയും സമയമുണ്ടല്ലോ. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട്. എന്ത് സമയമുണ്ടെന്ന്? അതിന് എപ്പോഴേ ക്ലാസ് തുടങ്ങി. ഇനി ഒന്നും ആലോചിക്കാനില്ല. പഠിക്കുവാണെങ്കിൽ ഞാൻ അവിടെ പഠിക്കും. കുഞ്ഞേച്ചി എന്നോട് പിണങ്ങല്ലേ? കുഞ്ഞേച്ചി പിണങ്ങിയ പിന്നെ കുഞ്ഞൂട്ടന് സങ്കടോ? ദേ കുഞ്ഞുട്ടാ, പോയേ. നീ ഞാൻ പറയുന്ന ഒന്നും കേൾക്കാറില്ല. എന്നിട്ടിപ്പൊ എന്തൊരു സ്നേഹം. പോയിക്കോണം അവിടുന്ന്. കുഞ്ഞേച്ചി അങ്ങനെ പറയല്ലേ. നാളെ കുഞ്ഞേച്ചി ഹോസ്റ്റലിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആഴ്ചയല്ലേ ഇങ്ങോട്ട് വരുന്നേ. എന്നോട് പിണങ്ങിട്ട് പോവല്ലേ കുഞ്ഞേച്ചി, പ്ലീസ്. കുഞ്ഞേച്ചി എന്താടാ ഇങ്ങനെ നോക്കുന്നേ? കുഞ്ഞിട്ട് വെറുതെ പറഞ്ഞല്ലേ ഉമ്മ. പക്ഷേ നിന്നെ എനിക്കിപ്പോ തീരെ വിശ്വാസമില്ല. നീ ആ പപ്പിയുടെ പുറകെ ആണോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഏത് പപ്പി? ആ, എനിക്കൊന്നും അറിയാൻ പാടില്ല. നീ ഒന്നും അറിയാത്ത പോലെ ഇരിക്കണ്ട. നാളെ തൊട്ട് ഞാനും ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നീ മിക്കവാറും ഇവിടുത്തെ മതില് ചാടുമെന്ന് എനിക്ക് തോന്നുന്നേ. അങ്ങനെ എങ്ങാനും ചാടാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ കുഞ്ഞുട്ടാ, ദേ നിന്നെ ഞാൻ ഇവിടുത്തെ പട്ടിക്കൂട്ടി കൊണ്ടുപോയിടും. നോക്കിക്കോ. കുഞ്ഞേച്ചി അങ്ങനൊന്നും പറയില്ല, ഞാൻ പോവൂല. നീ പോവാടാ? അയ്യോ ഇല്ല എന്റെ കുഞ്ഞേച്ചി. നീ ഇങ്ങനെ നോക്കണ്ട. എന്നാ കുഞ്ഞേച്ചിക്ക് സത്യയിട, നീ അവളോട് കൂട്ടുവിടാൻ പോയില്ലെന്ന്. അല്ല, അതൊക്കെ വേണോ കുഞ്ഞേച്ചി? എന്താടാ നോക്കി നിക്കുന്നേ? സത്യം ഇടടാ മര്യാദക്ക്. സത്യം, ഞാൻ പോവൂല. ആ, അങ്ങനായ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഓർമ്മയുണ്ടല്ലോ, പട്ടിക്കൂട്. ഇച്ചേച്ചി, കുഞ്ഞി, നിനക്ക് ഇറങ്ങാറായോ? ഇല്ല, കുറച്ചുകൂടെ കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്ത ആഴ്ച കാണാട്ടോ. കുഞ്ഞി, ഒരു മിനിറ്റ്. നീ കോളേജ് ഇഷ്ടപ്പെട്ട് തന്നെയാണോ കുഞ്ഞിയെ സെലക്ട് ചെയ്ത്? അതോ ഇതിന്റെ പിന്നില് വേറെന്തേലും? വേറെന്ത്? എന്റെ ചേച്ചി, ഞാൻ ആ പഴയ കുഞ്ഞൊന്നുമല്ല ഇപ്പൊ. ഈ ചേച്ചി നോക്കിക്കോ, അടുത്ത ആഴ്ച ഞാൻ ഇങ്ങ് വരുമ്പോ ഞാൻ വേറൊരാളായിട്ട് മാറിയിട്ടുണ്ടാവും. ആ, മിക്കവാറും. ഒരാഴ്ച കൊണ്ട് നീ അവിടെ ആരെയും നിന്റെ സ്വഭാവം പഠിപ്പിക്കാതിരുന്നാ മതി. എന്നാ എന്റെ കുഞ്ഞി പോയിട്ട് വാ. അടുത്ത ആഴ്ച കാണാം. പിന്നെ അവിടെ ചെന്ന് ആരോടും വഴക്കൊന്നും ഉണ്ടാക്കാൻ നിൽക്കല്ലേ. ഈ ചേച്ചിക്ക് ഇന്ന് കുറച്ച് നേരത്തെ പോണം. ആ ശരി. ഈ ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എല്ലാം ഓക്കെ അല്ലേ? ആ, എനിക്കെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. നീ പോയിട്ടോ. എന്നാ മാധവിയമ്മ, ഞാൻ പോയിട്ട് വരാട്ടോ. അടുത്ത ആഴ്ച നീ കാണാം. ആ ശരി മോളെ, പോയിട്ട് വാ. ദേ ഞാൻ പറഞ്ഞത് മറക്കണ്ട. അവിടെ ഒരു ലിസ്റ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച വരുമ്പോ അതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം, കേട്ടല്ലോ? പിന്നെന്താ, എല്ലാം ഉണ്ടാക്കി വെച്ചേക്കാം. കുഞ്ഞു പോയച്ചോ. മാധവിയമ്മേ. ഓ ഓ, എന്താ കുഞ്ഞ്? അവള് ആ സൂസൻ എങ്ങനെ നമ്മുടെ വഴിയിൽ വന്ന് നിൽക്കുന്നേ? മര്യാദയ്ക്ക് അവളോട് അവിടുന്ന് പൊയ്ക്കോളം പറച്ചെന്ന്. കുഞ്ഞ്, അത് എന്താ നിങ്ങക്ക് പറയാൻ പറ്റില്ലേ? എന്നാ ഞാൻ തന്നെ പോയി പറയാം. നല്ലൊരു കാര്യത്തിന് പോകുമ്പോ എന്റെ ശത്രുക്കളുടെ മുഖം കണ്ടിട്ട് പോകാൻ എനിക്ക് തീരെ താല്പര്യമില്ല. വേണ്ട കുഞ്ഞ്, ഞാൻ പോയി പറയാം. കുഞ്ഞ്, ആ മാധവിയമ്മേ, കുഞ്ഞ് ഇറങ്ങാറായോ? ഇന്ന് പോവെന്നല്ലേ പറഞ്ഞേ? അവള് ഹോസ്റ്റലിലാണോ നിക്കുന്നേ? ഏത് കോളേജിലാണെന്ന് അറിയുമോ മാധവിയമ്മയ്ക്ക്? അയ്യോ എന്റെ കുഞ്ഞ്, ഇപ്പൊ എന്നോടൊന്നും ചോദിക്കല്ലേ. അനുകുഞ്ഞ് അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ഓ, അപ്പോ അനു പറഞ്ഞു വിട്ടതാവുമല്ലേ?
ഞാൻ പൊയ്ക്കോളാം മാധവിയമ്മ. എന്റെ കുഞ്ഞി കോളേജിൽ പോകുന്നെന്ന് അറിഞ്ഞപ്പോ തൊട്ട് എനിക്കറിയില്ല എനിക്ക് എന്തൊക്കെയാന്ന്, സന്തോഷമാണോ സങ്കടമാണോ. ജനിച്ചപ്പോ തൊട്ട് അവൾ എന്റെ അടുത്ത് തന്നെ അല്ലായിരുന്നു മാധവിയമ്മ. എന്റെ കുഞ്ഞി എത്ര പെട്ടെന്നല്ലേ വളർന്നു വലുതായേ. എന്റെ കുഞ്ഞി കോളേജിൽ പോകുമ്പോ എന്റെ അനുഗ്രഹം അവൾക്ക് വേണ്ടേ? വേണ്ടേ മാധവിയമ്മ? ദൂരത്ത് നിന്നെങ്കിലും എന്റെ കുഞ്ഞിനെ ഞാനൊന്ന് അനുഗ്രഹിക്കട്ടെ. കുഞ്ഞ്, അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാരണങ്ങള്. കുഞ്ഞിപ്പോ നാട്ടിലെ കോളേജിൽ തന്നെ ചേരാൻ കാരണം അതൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നെ പറഞ്ഞുതരാം കുഞ്ഞ്. ഇപ്പൊ കുഞ്ഞ് ഇവിടെ നിന്നും മാറി നിൽക്കണം. മാധവിയമ്മയോട് ഒന്നും തോന്നല്ലേ കുഞ്ഞ്? ഞാൻ പൊയ്ക്കോളാം മാധവിയമ്മ. ഞാൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കുഞ്ഞി, അമ്മ പറഞ്ഞ കേട്ടല്ലോ. അമ്മമ്മയുടെ സപ്തതി ആഘോഷിച്ചു കഴിഞ്ഞിട്ടുള്ള അടുത്ത ആഴ്ച തന്നെ നീ വന്ന് പാസ്പോർട്ട് എടുക്കാൻ കൊടുക്കണം. പാസ്പോർട്ട് കിട്ടിയ ഉടൻ തന്നെ നമുക്ക് ജർമ്മനിയിലോട്ട് അപ്ലൈ ചെയ്യാനുള്ള അടുത്ത ബാച്ച് അഡ്മിഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്ന പോലെ നീ കേൾക്കുന്നുണ്ടോ കുഞ്ഞി? നമുക്ക് ഈ കോളേജ് വേണ്ട, ഇതൊന്നല്ല നാട്ടിലുള്ള ഒന്നും വേണ്ട. എന്റെ കുട്ടി ഇവിടെ ഒന്നും നിക്കണ്ട. ഇത്രയും ദിവസം നീ മാറി നിക്കണോ കുഞ്ഞി? അവിടുത്തെ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നവരെ നിനക്ക് അമ്മയുടെ കൂടെ തന്നെ നിന്നാ പോരെ? നീ ഓൺലൈനായിട്ട് എന്ത് കോഴ്സ് വേണമെങ്കിലും ചേർന്നോ? നമുക്ക് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ? അമ്മ എനിക്ക് വാക്ക് തന്നതാ, ജർമ്മനിയിലെ കോളേജിലെ കാര്യങ്ങളെല്ലാം ശരിയാകുന്നവരെ എന്റെ ഇഷ്ടത്തിന് പഠിച്ചോളാൻ. പിന്നെന്തിനാ ഇപ്പൊ അമ്മ വാക്ക് മാറ്റുന്നേ? അതെ കുഞ്ഞി, അമ്മ വാക്ക് തന്നതാ. പക്ഷേങ്കി അച്ഛാ, ഇത് കണ്ടോ? ഞാൻ അപ്പഴേ പറഞ്ഞ രണ്ടും കൂടെ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് വന്നോളാന്ന്. ഒന്ന് ക്ഷമിച്ചു കളയണ്ട് കുഞ്ഞി. നീ പോന്നതിന്റെ വിഷമത്തിലല്ലേ നിന്റെ അമ്മ ഇതൊക്കെ പറയുന്നേ? നിനക്കറിയാലോ, നിന്റെ അമ്മ നിന്റെ മുന്നിൽ മാത്രമേ മുട്ടുമടക്കാറുള്ളൂ. ഇനി ഞാനൊന്നും പറയുന്നില്ല, കുറച്ചു നാളത്തേക്കല്ലേ ഉള്ളൂ. നീ എന്താന്ന് വെച്ചാ ചെയ്യ. പക്ഷേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ അമ്മയുടെ തപ്പ തന്നെ പറയണം. ഹോസ്റ്റലിലെ ഫുഡൊന്നും ചിലപ്പോ കൊള്ളില്ലായിരിക്കും. വിനു, നമുക്ക് ഇവിടെ അടുത്തെങ്ങാനും ഒരു വീട് നോക്കിയാലോ കുറച്ചു നാളത്തേക്ക്? എന്തുവാ അമ്മേ, ഇവിടെയൊക്കെ ഉള്ളത് കുട്ടികളല്ലേ. ഞാൻ ജർമ്മനിയിൽ പോകുമ്പോ അമ്മ അവിടെയും വന്ന് താമസിക്കോ? അച്ഛ, എന്നെ കോളേജിന്റെ എൻട്രൻസ് കൊണ്ട് വിട്ടിട്ട് നിങ്ങൾ പൊയ്ക്കോ, ഇറങ്ങാൻ നിൽക്കണ്ട. അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോ ഒരു വട്ടം കണ്ടല്ലേ കോളേജ്, അത് മതി. അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് സെന്റി അടിച്ച് ആകെ കോളവാക്കി എന്നെ നാറ്റിക്കും. അത് ശരിയാ നീ പറഞ്ഞത്. എന്താ അമ്മ ഒന്നും മിണ്ടാത്തെ? ഞാൻ വെറുതെ പറഞ്ഞല്ലേ, സോറി. നീ എന്താന്ന് വെച്ചാ ചെയ്യ, ഞാനിനി ഒന്നും പറയുന്നില്ല. എന്നാ പിന്നെ അമ്മ ഇതിനെ കുറിച്ച് നീ ഒന്നും മിണ്ടണ്ട. വീട്ടിൽ ചെന്നിട്ട് എളുപ്പം പോയി അമ്മമ്മയുടെ സപ്തതിക്കുള്ള ആഘോഷത്തിന്റെ കാര്യം നോക്ക്. ആഘോഷം നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ മതി. എല്ലാം അടിപൊളിയാക്കണം. കാണുമ്പോ അമ്മമ്മ ഞെട്ടണം. അതെ, അതിനുള്ള തയ്യാറെടുപ്പ് ഇപ്പോഴേ ചെയ്യണം. Hello, good morning campus. Rise and shine. Where have we been? It's like nothing. You guys are like, you know what? Not responding to my, energy. Come on, let's just go for it. Good morning, guys. Rise and shine. Love you all. It's your RJ. Love you all. How you guys are responding to me? That will be the wonderful event. I'm telling you what, you guys are so silent, but I have to tell you what, how you guys been responded to me, that's what we have to up to. Okay, like, I'm telling you what, so silent doesn't keep us alive. Hold on, come on, I'll be playing you a wonderful song just to spice up our life. Hey, you are with RJ Abhi and you are listening to our College FM 94.6 frequency. Let's just cap up together. Here comes the musical. അതെ, ഈ പാട്ടിന്റെ ബാക്കി നമുക്ക് പിന്നെ കേൾക്കാം. അല്ലെങ്കിലും കുറച്ചു നാളത്തേക്ക് നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെ കാണുന്നുണ്ട്. പാട്ടുമേളമൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് ആസ്വദിക്കാം. ഇപ്പൊ ഞാൻ പറയാനുള്ള കാര്യം പറയാം. ഇതാണ് നമ്മുടെ മാധവിന്റെ കോളേജ്.
മാധവിന്റെ മാത്രമല്ല ഇപ്പൊ മൈഥിലിയും പഠിക്കാൻ വരുന്ന കോളേജ്. എങ്ങനെയാ, അടിപൊളിയല്ലേ? പക്ഷേ കാണുന്ന പോലെ അത്ര അടിപൊളിയല്ല കാര്യങ്ങളുടെ കിടപ്പ്. കാണാൻ നല്ല പ്രൗഢഗംഭീരമായ കോളേജ്, റാങ്കിങ്ങിന്റെ കാര്യത്തിലോ കേരളത്തിലെ ടോപ്പ് 5 കോളേജിൽ ഇടം പിടിക്കുന്ന ഒരു കോളേജ്. പക്ഷേ പിള്ളേരുടെ സ്വഭാവം അത്ര മികച്ചതല്ല. ഇങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് പോകുന്ന സ്വഭാവമുള്ള പിള്ളേരും അവരെ കൊണ്ട് തോറ്റ് കുറച്ച് ടീച്ചേഴ്സും. പിന്നൊന്നും പറയേണ്ടതില്ലല്ലോ, ഇവിടെ കുറച്ച് കുട്ടി രാജാക്കന്മാരുണ്ട്. കിരീടവും ചെങ്കോലും ഒന്നുമില്ലാതെ തന്നെ സീനിയേഴ്സിന്റെയും ജൂനിയേഴ്സിന്റെയും ഇടയിൽ ചെറിയ ചെറിയ സാമ്രാജ്യങ്ങൾ പണിത് അവർ വാഴുന്നു. ഒരു 1.5 മാസം ആയിട്ടുള്ളൂ മാധവന്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ജൂനിയേഴ്സിന്റെ ഇടയിലെ കിരീടം വെക്കാത്ത രാജാവാണിപ്പോ കക്ഷി. ഈ രാജാവ് എന്ത് തീരുമാനിച്ചാലും വെള്ളം തൊടാതെ വിഴുങ്ങുന്ന 3 മന്ത്രിമാരുമുണ്ട് കക്ഷിയുടെ സഭയിൽ. അവരെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഇതാണ് രാഹുൽ, കൂട്ടത്തിൽ കുറച്ചെങ്കിലും കാര്യങ്ങളെ ഗൗരവത്തോടെ കാണുന്നത്. ഇത് റോയ്. ആ ചിരി കണ്ടാൽ അറിയില്ലേ, ആള് ഫ്ലേട്ടിങ്ങിൽ ഇത്തിരി താല്പര്യ കക്ഷിയാണ്. പിന്നെ ഇത് അമിത്, കൂട്ടത്തിൽ പാവം ഇവനാണ്. പാവമാണെന്ന് പറഞ്ഞ് അവനെ എങ്ങാനും ചൊറിയാൻ ചെന്ന പിന്നെ അവരുടെ കാര്യം കൂട്ടത്തിലെ ബാക്കിയുള്ളവരെ നോക്കിക്കോളും. ഇവരുടെ സഭയിൽ അംഗബലം കുറവാണെങ്കിലും ജൂനിയേഴ്സിന്റെ ഇടയിൽ ഇവര് തന്നെയാണ് രാജാക്കന്മാർ. പ്രത്യേകിച്ച് ഇവര് പഠിക്കുന്ന ക്ലാസ്സിൽ തന്നെ നല്ലൊരു ഫാൻ ബേസ് ഉണ്ട് ഇവർക്ക്. ഒരു 4-5 പേരൊഴികെ ബാക്കി എല്ലാവരും ഇവരുടെ താല്പര്യ കക്ഷികളാണ്. നല്ല ഫാൻ ബേസ് ഉള്ളതുപോലെ തന്നെ ശത്രുക്കളുടെ കാര്യത്തിലും കുറവൊന്നുമില്ല. പ്രത്യേകിച്ച് സീനിയേഴ്സിന്റെ ഇടയിലെ നോട്ടപ്പുള്ളികളാണിവർ. കാര്യം കോളേജിൽ ആന്റി റാഗിംഗ് സ്ക്വാഡൊക്കെ ഉണ്ടെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും ഇവിടെ അലറ ചില്ലറ റാഗിംഗ് ഒക്കെ നടക്കാറുണ്ട്. അതിന്റെ ഇടയിൽ നടന്ന കശപിശകളാണ് ഇവരെ ഇപ്പോ സീനിയേഴ്സിന്റെ ഇടയിലെ നോട്ടപ്പുള്ളികളാക്കിയത്. അതിൽ ഇവരോട് ഏറ്റവും ദേഷ്യമുള്ള ഒരു ടീമുണ്ട്. അതിന്റെ ലീഡറാണ് ഇവർ, ഹെൻറി. ബാക്കി ഘടകകക്ഷികളെയൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. അപ്പോ പറഞ്ഞു വന്നത്, ഇവര് തമ്മിലുള്ള വഴക്ക് കോളേജിൽ കുപ്രസിദ്ധമാണ്. ഇന്ന് രാവിലെയും സാമാന്യം ഭേദമല്ലാത്തൊരു വഴക്കുണ്ടായി. ആ അടിപിടിക്കിടയിലേക്കാണ് നമ്മുടെ മൈഥിലിയുടെ വരവ്.